സിറ്റി ഈണം കലാ കൂട്ടായ്മയുടെ പീർക്ക അനുസ്മരണം സംഘടിപ്പിച്ചു. ആസ്ഥാന മന്ദിരത്തിൽ നടന്ന പരിപാടി പീർക്കയുടെ മകൻ നിസാം പീർ മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. അനുസ്മരണം വനിതാ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. ഒരു പാട്ടിൻ്റെ പിന്നാമ്പുറത്തൊരു പാട്ട് പുറത്തു വരാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഇന്നത്തെ പോലത്തെ സാഹചര്യമല്ല. വളരെ പ്രയാസപ്പെട്ടിട്ടാണ് ഓരോ പാട്ടുകൾ വരുന്നത്. അത് പല ആൾക്കാരുടെ പേരിലാണ് അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. പുതിയ തലമുറക്ക് അറിയില്ല ഇത് പീർ മുഹമ്മദ് പാടിയതോ ഇത് മൂസ എന്നോട് പാടിയതോ പാട്ടാണ്. അപ്പോൾ ഇങ്ങനെ ശരിയല്ല. അപ്പോൾ ഉപ്പാൻ്റെ പാട്ടുകൾ പുതിയ ഓർക്കസ്ട്ര ചെയ്തിട്ട് ഒന്ന് ഇന്നത്തെ തലമുറയിൽ അറിയിക്കണം എന്നുള്ള ഒരു ചിന്ത വന്നിട്ട് എനിക്ക് കൂടുതൽ ഇപ്പോൾ എനിക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഉപ്പാൻ്റെ പാട്ടുകൾ തന്നെ പുതിയ ഓർക്കസ്ട്ര വെച്ചിട്ട് ഞാനിപ്പം പാടുന്നു. അപ്പോൾ ഇത് വലിയൊരു സങ്കടമില്ല. ഇപ്പം ഞാൻ പാടുന്നത് ഇതൊന്നും കാണാൻ ഉപ്പ് ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു വലിയ സങ്കടമുണ്ട്. പക്ഷേ എവിടെ പോയി കഴിഞ്ഞാലും അതിൻ്റെ പീർ മുഹമ്മദിൻ്റെ 3 ദിവസമായിട്ട് പഠിപ്പിച്ചിട്ട് ഇപ്പോൾ അതിൻ്റെ അനുസ്മരണം പരിപാടികളെല്ലാം ഉണ്ട്. പക്ഷേ കാസർഗോഡ് ഞാനുണ്ടായിരുന്നു, കോഴിക്കോട്. എവിടെ പോയി കഴിഞ്ഞാലും ആൾക്കാർക്ക് പറയാൻ ഇപ്പോൾ എൻ്റെ നന്മകൾ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ആളോട് ഉള്ള പെരുമാറ്റവും പീർ മുഹമ്മദിൻ്റെ മോനാന്നുള്ള ഒരു അംഗീകാരത്തോടെയാണ് നമ്മളിപ്പം ജീവിച്ചു പോകുന്നത്. തിരക്കുകൾക്കിടയിൽ നിശബ്ദമായ ഈണം ഗ്രൂപ്പ് പീർക്കയുടെ അനുസ്മരണത്തോടെയാണ് വീണ്ടും ഉണർന്നത്. വൈകുന്നേരം ആസ്ഥാനത്ത് കരോക്കയിലൂടെയാണ് പരിപാടിക്ക് തുടക്കം കുറിച്ചതെങ്കിലും പീർക്കയുടെ മകൻ സാം പീർ മുഹമ്മദ് എത്തിയതോടെയാണ് സജീവമായത്. പിന്നീട് മാപ്പിളപ്പാട്ടുകളാൽ നിറഞ്ഞ സദസ്സായിരുന്നു അനുസ്മരണ പരിപാടി. TM റഷീദ്, മുഹമ്മദ് സഹലൂർ, ഷാസ്മിൻ, റിയാസ് ആഷിഖ് റസൽ, വളപട്ടണം ഖാദർ, പെരുമ്പ AT നൌഷാദ് എന്നിവർ അനുസ്മരിച്ച് സംസാരിച്ചു. സാമൂഹ്യ പ്രതിബദ്ധത ദൗത്യമായി ഏറ്റെടുത്ത സിറ്റി ഈണം ഗ്രൂപ്പിന്റെ പീർക്ക അനുസ്മരണത്തിൽ വനിതാ പങ്കാളിത്തവും ശ്രദ്ധേയമായി. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്.